സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. 30-ാം സങ്കീർത്തനം 5-ാം വാക്യം. മനുഷ്യരാരും തന്നെ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടില്ല. പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും കണ്ണുനീരിൻ്റെയും സന്ധികളിൽ കൂടി എല്ലാവരും കടന്നു പോകേണ്ടിയിരിക്കുന്നു. എന്നാൽ നാം അറിയേണ്ട ഒരു സത്യം, ഒരു സന്ധ്യ ഉണ്ടെങ്കിൽ ഒരു ഉഷസ്സുണ്ട്, ഒരു കരച്ചിലുണ്ടെങ്കിൽ ഒരു ആനന്ദഘോഷവുമുണ്ട്. ദൈവമക്കളായ നാം ഓരോരുത്തരും ചെയ്യേണ്ടിയത്, നാം നമ്മുടെ ഉഷസ് കാണുന്നത് വരെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ചിലപ്പോൾ മുൻപൊരിക്കലും നാം പ്രാർത്ഥിച്ചിട്ടില്ലാത്ത നിലയിലുള്ള പ്രാർത്ഥനകൾ നാം കഴിക്കേണ്ടിയിരിക്കുന്നു. പഴയ നിയമത്തിലെ ഒരു കഥാപാത്രമായ ഹന്ന കരച്ചിലിൻ്റെ സന്ധിയിലൂടെ കുറേ നാൾ കടന്നുപോയവളായിരുന്നു. അവൾക്കൊരു കുഞ്ഞിനെ വേണം. അവൾ അതിനായി ഒരു കാലഘട്ടം മുഴുവനും കരഞ്ഞുകൊണ്ടിരുന്നു. മുൻപൊരിക്കലും കരഞ്ഞിട്ടില്ലാത്ത നിലയിൽ, മുൻപൊരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ലാത്ത രീതിയിൽ ഹന്ന കരയുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. ഹന്നായുടെ ഹൃദയം തകർന്നുള്ള പ്രാർത്ഥന കണ്ട പുരോഹിതനായ ഏലിക്ക് അവൾ ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് തോന്നിപ്പോയി. അത്രമാത്രം അസാധാരണമായ നിലയിൽ മുൻപൊരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ലാത്ത വിധത്തിൽ ഹന്ന പ്രാർത്ഥിച്ചു. സന്ധ്യയുടെ ഒരു കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുന്ന പലരും ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ടാകാം. ഒരു കുഞ്ഞിന് വേണ്ടി, ഒരു ജോലിക്ക് വേണ്ടി, ഒരു സൗഖ്യത്തിന് വേണ്ടി, ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പലരും ഇന്ന് കരയുന്നുണ്ടാകാം. മുൻപൊരിക്കലും നാം പ്രാർത്ഥിച്ചിട്ടില്ലാത്ത നിലയിൽ നാം പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കുക. മുൻപൊരിക്കലും കരഞ്ഞിട്ടില്ലാത്ത നിലയിൽ നാം കരയുവാൻ ആരംഭിക്കുക. ഒരു ഉഷസ് നമുക്കായി കാത്തിരിക്കുന്നു. ഹന്നായുടെ ജീവിതത്തിൽ സന്ധ്യ മാറി ഒരു ഉഷസ് വന്നപ്പോൾ ദുഃഖത്തിൻ്റെയും വേദനയുടെയും കണ്ണുനീർ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും കണ്ണുനീരായി മാറി. ഒരു കുഞ്ഞിനു വേണ്ടി ഒരു കാലഘട്ടം മുഴുവനും കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന ഹന്നായുടെ ജീവിതത്തിൽ ഒരു ഉഷസ് വന്നു കഴിഞ്ഞപ്പോൾ ഒന്നിലധികം മക്കളെ ദൈവം അവൾക്ക് നൽകുകയുണ്ടായി. ഹന്നായുടെ ജീവിതത്തിൽ ഉദിച്ച ഉഷസ്സിൽ അവൾ പ്രാർത്ഥിച്ചതത്രേ ശമൂവേലിന്റെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല എന്ന അതിമനോഹരമായ ഗാനം രചിച്ചത് ഫാദർ സാജൻ പി മാത്യു ആണ്. ആ ഗാനത്തിൽ അദ്ദേഹം പാടുന്നു, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. Dear friends, your sorrow and tears won't last forever. God is on the move for you. നിങ്ങളുടെ ദുഃഖവും കണ്ണുനീരും എല്ലാ കാലത്തേക്കും നീണ്ടു നിൽക്കുകയില്ല. ദൈവം നിങ്ങൾക്കായിട്ടുള്ള പ്രവർത്തനത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. Have a blessed day.